നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പക്ഷികളെ കടത്താനുള്ള ശ്രമം കസ്റ്റംസ് തടഞ്ഞു. തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 11 പക്ഷികളെ അധികൃതർ പിടികൂടി. പക്ഷിയുമായി വന്ന 3 അംഗ കുടുംബത്തെ കസ്റ്റഡിയിലെടുത്തു. പക്ഷികളെ തായ്ലൻഡിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. ലാൽകൃഷ്ണനാണ് ലാലിലേക്ക് വരും മുമ്പ്. പാവം കിളികൾക്ക് പോലും രക്ഷയില്ല അല്ലേ? അപ്പോൾ ലാൽകൃഷ്ണനാണ് ആ വാർത്തയുടെ ഒരുങ്ങണം വെച്ചിരുന്നത്. ലാൽ, കുഞ്ഞിക്കിളികളൊക്കെയാണ്. അപ്പോൾ ഇത് ഭയങ്കര വില വരുന്ന കിളികളാണോ? അപ്പോൾ ഈ കുടുംബം ഇത് അവർ വളർത്താൻ വേണ്ടി കൊണ്ടുവന്നെന്തോ ആണോ? വളർത്താൻ കൊണ്ടുവന്നാണെങ്കിലും അല്ലെങ്കിലും ഈ പക്ഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഹാജരാക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കുട്ടി, ഇവർ അങ്ങനെ 3 പേരടങ്ങുന്ന കുടുംബമാണ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായിരിക്കുന്നത്. ഇവർ എക്സിറ്റ് വഴി പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കസ്റ്റംസിൻ്റെ പിടിയിലായിരിക്കുന്നത്. പക്ഷികളെ നിലവിൽ കസ്റ്റംസ് സീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി വിവരങ്ങൾ കൈമാറാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വേണ്ടതുണ്ട്. വിദേശത്ത് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ നിർദ്ദേശങ്ങൾ കൂടുതലാണ്. മാത്രമല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും കൂടുതലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉദാഹരണത്തിന് ഈ യുക്രൈനിൽ നിന്ന് ഒരു സൈബീരിയൻ ഹസ്കിയെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം എത്രത്തോളം ദുഷ്കരമായിരുന്നു എന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ആ കാലത്ത് മനസ്സിലാക്കിയതാണ്. അത്തരത്തിൽ വളരെ ദുഷ്കരമായ പ്രൊസീജിയേഴ്സ് കടന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ പെറ്റ് ആയിട്ടുള്ള ജീവികളെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അത് വിൽപ്പനയ്ക്കാണെങ്കിലും വളർത്താനാണെങ്കിലും മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളൊന്നും പാലിക്കാതെ പക്ഷികളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. 14ഓളം പക്ഷികൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പക്ഷികളുടെ എല്ലാം വില ലക്ഷങ്ങൾ ആണ് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവത്തിൽ കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തായ്ലൻഡിൽ വന്ന ഈ കുടുംബത്തെ നിലവിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ രേഖകളും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതിനാൽ ഈ പക്ഷികളെ തിരിച്ചയക്കും എന്ന കാര്യമാണ് നിലവിൽ അറിഞ്ഞത്. എന്തായാലും തുടർ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങൾക്കും ശേഷമായിരിക്കും കസ്റ്റംസ് ഏത് തരത്തിലുള്ള നടപടികൾ, നിയമ നടപടികൾ ഇവർക്ക് മേലിൽ ചുമത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഹാഷ്മി, അത് പിന്നെ വ്യക്തതയുണ്ടോ? ഇത് 11 പക്ഷികൾ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമ്പർ ഓഫ് പക്ഷീസ് കൂടുതലാണ്. അപ്പോൾ അത് ലക്ഷങ്ങൾ വില വരുന്നതാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് ഉദ്ദേശമുണ്ടോ, അതോ കുടുംബമാകുമ്പോഴത്തേക്ക് അത് വീട്ടിൽ വളർത്താൻ കൊണ്ടുവന്നതാണോ? പ്രത്യേകിച്ച് ഒരു കുഞ്ഞൊക്കെ കുട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പക്ഷി പോയാൽ കുട്ടിക്ക് സങ്കടമാവും എന്നൊരു വിഷയമൊക്കെ അവിടെ ഉണ്ട്. ലാൽ, സങ്കടമൊക്കെ അങ്ങനെ പല കാര്യങ്ങളിലും ഉണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ആ കുടുംബമാണ്. അവരുടെ തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും പുരോഗമിക്കുന്നേ ഉള്ളൂ. വളർത്താനാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല വിൽപ്പനയ്ക്കാണോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു പ്രൊസീജിയർ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അത്തരം പ്രൊസീജിയേഴ്സ് ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കുടുംബത്തെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിരിക്കുകയാണ് എന്ന കാര്യമാണ് നിലവിൽ അറിഞ്ഞത്. അതായത് കുട്ടി അടക്കമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള ഒരു കുട്ടിയാണ് അവർ കൂടെയുള്ളത്. കുട്ടിയുടെ പെറ്റ്സ് ആകാമെന്ന് പറയുന്നത്. പക്ഷേ ഇത്രയധികം പക്ഷികളെ, ജീവികളെ ഒരുമിച്ച് പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള ലൈസൻസ്, അത് പ്രത്യേക ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടവരാണ്. അത്തരം ലൈസൻസുകളൊന്നും ഇവരുടെ പക്കലില്ല. മാത്രമല്ല ഒരു പെറ്റാണെങ്കിൽ പോലും അതിനെ കൊണ്ടുവരേണ്ടതിന് വേണ്ട പ്രൊസീജിയർ ഉണ്ടായിരുന്നല്ലോ, ആ പ്രൊസീജിയർ പോലും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ മേലിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, മാത്രമല്ല ഈ പക്ഷികളെ കൊണ്ടുവന്നിരിക്കുന്നത് പ്രോപ്പറായ വെയിലല്ല എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഒരു കൂട്ടിലടച്ച രീതിയിൽ കൃത്യമായ സേഫ് ആയിട്ടുള്ള രീതിയിൽ എന്ന കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു വിശദീകരണം ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഇവർക്ക് മേലുള്ള തുടർ നടപടികളെക്കുറിച്ച് കസ്റ്റംസ് ആലോചിക്കുകയുള്ളൂ. നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതാണ് പ്രശ്നം. ഞാൻ കരുതി തീരെ കുഞ്ഞുകുട്ടിയാന്ന് ചോദിച്ചു. 14 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ എന്നാൽ ഈ കുട്ടികളും പെറ്റുകളും തമ്മിലുള്ള ബന്ധം ഭയങ്കര ബന്ധമില്ല. പ്രായമുള്ളവരും അങ്ങനെ തന്നെയാണ്. ചെറിയ മീനാണെങ്കിൽ പോലും അതെ, പക്ഷെ പക്ഷികൾക്ക് രേഖയില്ലെന്നാണ്. ചന്ദ്രചേട്ടൻ പറയുന്നത് ഹാഷ്മി പക്ഷികളെല്ലാം വളർത്താൻ കൊണ്ടുവന്നായിരിക്കും, പാവങ്ങൾ സ്വർണ്ണവും മറ്റൊന്നും അല്ലെന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെ കൊണ്ടുവന്നാലും കൃത്യമായ പേപ്പർ വേണ്ടേ? കൃത്യമായ പേപ്പർ വെച്ച് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.